പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചക്ക ചില്ലി, ചില്ലി ചക്ക. ഇടിയും ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നല്ല രസമാണ്. ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി, അപ്പോൾ ഗംഭീരമാണ്. അപ്പം വിചാരിച്ചത് വല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്, ഇത്ര ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ടിക്ടോക്കിലൊക്കെ നിറച്ച് കണ്ടപ്പോൾ. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ട്. ചക്കയാന്നേ തോന്നില്ല, ഉഗ്രസാധനം. എന്തൊരു ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് ഇപ്പോൾ തന്നെ പറയാം. ഒരു നല്ല ഗുണമുള്ള, നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെയൊക്കെ ആക്കി നശിപ്പിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇടിയൻ ചക്കേനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വറുത്ത് ഫ്രൈ ചെയ്ത് നമ്മള് നാശാക്കി. അതാണ് ഈ വീഡിയോനെ സാധനമാക്കി മാറ്റുള്ളൂ അല്ലേ. അതാണ് ടേസ്റ്റ് വല്ലപ്പോഴൊക്കെ കഴിക്കാന്ന് മാത്രം. അതാണ് ഈ വീഡിയോനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്കാണ് പോവാം. നമ്മുടെ വീട്ടിൽ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരു ഇടിയൻ ചക്ക ഇങ്ങനെ ഇടാം. അപ്പോൾ നമ്മൾ ഒരു ചക്ക, ഇടിയൻ ചക്കര ഒരു കളഞ്ഞു. അപ്പോൾ കണ്ടമാനം പശ വരുന്നത് കളയട്ടെ. നമ്മൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളാകണം. ആദ്യം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചുളകളായി വരുന്നു. ഇതിൻ്റെ പശര ഇരുകളി ഇതിന് നമ്മളിനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കണം. നമ്മളെല്ലാം ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കണം കേട്ടോ. നമ്മളിതെല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാ ഇനി ഇത് കഴുകണം. നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട, ഒരു 2.5 ടീസ്പൂൺ അരിപ്പൊടിയില്ലേ, ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ, ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയില്ലേ, 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക, ഗ്രീൻ ചില്ലി സോസില്ലേ അത് 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണിനേക്കാളധികം ടൊമാറ്റോ സോസ്. പിന്നെ ചക്കയിലേക്കും ഈ കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക, നന്നായി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ. കൈ കൊണ്ട് തിരുമ്പി യോജിപ്പിക്കണമെങ്കിൽ അങ്ങനെയാവാം. ഞാൻ ടീസ്പൂൺ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് നന്നായി യോജിച്ചു കേട്ടോ. ഇത് നന്നായി യോജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഈ ചക്കയില്ലേ, ഇത് 200 ഗ്രാം ചക്കീൻ്റെ ഇട്ടാ അത് ഇരിക്കാനിട്ടാം. എന്നിട്ടിതിൽ നന്നായി മിക്സാക്കാം. നമ്മളിത് നന്നായി മിക്സാക്കി കഴിഞ്ഞിട്ടാ ഇനി ഒരു 1/2 മണിക്കൂർ നേരം ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുക. നമ്മളിപ്പോൾ ഇത് 1/2 മണിക്കൂർ നേരം ഇങ്ങനെ പരട്ടി വെച്ചു കേട്ടോ. ഇനി നമുക്കിത് വറക്കാം. നമ്മൾ വറക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ പാം ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തിട്ടും അതിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആക്കാം, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതാക്കാം, എന്തിട്ടായാലും കുഴപ്പമില്ല. നമ്മുടെ ഓയിൽ ചൂടായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിരിക്കാണ്ട് ഇടാം. കൈ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇടാട്ടാ, കുഴപ്പമില്ല. ഇനി തീയൊരു മീഡിയം ലെവലിൽ മതി. നമ്മുടേത് ആയി തുടങ്ങിയിട്ടാ. നമ്മുടെ ഫസ്റ്റത്തെ നമ്മൾ വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ആക്കിയതിട്ടാ. ഇതിലേ കട്ട പിടിച്ചെടുക്കണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് പിടിപ്പിച്ചിട്ടുള്ളൂ.
നമ്മുടെ രണ്ടാമത്തെയും കോരിയിലേക്ക് ഇട്ടു കേട്ടോ. നമ്മുടെ ചില്ലി ചക്ക കംപ്ലീറ്റ് വറുത്ത് കോരി കഴിഞ്ഞു. ഇനി ഇതുമേ ഒരു ചെറിയൊരു അലങ്കാരപ്പണി. വറുത്ത് കോരി കഴിഞ്ഞ് ഈ ഓയിലേക്ക് 3-4 പച്ചമുളക് ഇടാം. ഇതിലേക്ക് ഒരു 2-3 കതിര് വേപ്പിലിടാം. നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇനി നമ്മൾ ഈ വറുത്ത് കോരി ഇതിലാണ്ട് ഇടണം കേട്ടോ. നമ്മുടെ ചില്ലി ചക്ക റെഡി ആയിട്ടാ. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അളിയനും പെങ്ങളാണ് കേട്ടോ. പ്രീതിന് എൻ്റെ താഴെയുള്ളതാണ് അനിയത്തി. ഇതാണ് എൻ്റെ അളിയേട്ടാ. അജിത്ത് എന്നാണ് പേര്. ആള് ബഹ്റൈനിലാണ്. ആള് 2 മാസമായി ഇവിടെ വന്നിട്ട്. ഇത് അനിയത്തി കൊട്ട ഉണ്ടാക്കിയത് കണ്ടില്ലേ. ഇനി എന്താ പറയാ, മറ്റേ ചെറിയൊരു കൊട്ട ഉണ്ടാക്കുന്നത് വേറെ വീഡിയോ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടാ. പിന്നെ അനിയത്തി അധികം വർത്താനം പറയില്ല കേട്ടാ. ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, ഹെൽത്തി പുട്ട്. അത് ഉണ്ടാക്കിപ്പിക്കാം നമുക്ക് ചേച്ചിനെ കൊണ്ട് അടുത്ത് തന്നെ. ഈ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഇവര് കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇവിടെ നിന്ന് കഴിക്കി സോസ് ഉണ്ട് ഇവിടെ. സോസ് എല്ലാവർക്കും ഇഷ്ടാവില്ല. അല്ല, എല്ലാവർക്കും സോസിലാണ്ട് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് പറയാം. സാധനം എങ്ങനെയുണ്ടെന്ന് പറയും. ഇത് നല്ല, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ചൊടിയുണ്ട്. അത് ഇവര് വരാൻ ഇത്തിരി വൈകിയ കാരണം ഇത്തിരി തണുത്തു. ചൂട്ടോടെ ഇത് കഴിക്കണം ഇല്ലേ. ചെറിയൊരു ക്രിസ്പിനെസ് പോയി. മുളകുണ്ട്, കാണാനും ഭംഗിയുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കിങ് ഫിഷർ ബിയറിന് പറ്റിയ ചെരുവാണത്. അടിപൊളിയാ. പോയെന്ന് ചോദിച്ചാൽ മതി. നല്ല രസമുണ്ടാ. ഇനി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതാർക്കും ഇഷ്ടപ്പെടും. ഷില്ലി ചക്കന്ന് ആർക്കറിയില്ല, പറഞ്ഞാലും അറിയോ. ഈ കടച്ചക്കൊക്കെ ആൾക്കാർ ചെയ്ത് പോലെ അതിലൊരു വകഭേദം അല്ലേ. ഷില്ലി ചക്ക ബെസ്റ്റ്. ജഗു എങ്ങനെയുണ്ട് സാധനം? ഞാൻ തന്നെയാണ് കഴിക്കുക സാധാരണ. ഞാൻ പറഞ്ഞത് രണ്ടും ശരിയാ കേട്ടാ. എനിക്ക് ഇഷ്ടം തന്നെ കഴിക്കാനാണ്. അതെ, ജഗു പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് സാധനം? കഴിക്കുന്ന കണ്ടറിയാലോ അല്ലേ. പറഞ്ഞോ. അപ്പൊ സാധനം അടിപൊളിയാണ് കേട്ടാ. ഇനി സാരിതൊരു പാട്ട് പാടാൻ പോണ്ട്. പാട്ട് കിട്ടാവോ? അത് കിട്ടും, പഠിക്ക. അനീഷ എന്ന് പറഞ്ഞ കുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ള പാട്ടാണ് കേട്ടാ. മന്ദാരച്ചെപ്പുണ്ടോ എന്ന് പറയുന്ന പാട്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, ഓ അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അവള് എളുപ്പമാണ്. ഒരു കാര്യം ഇടിയും ചക്ക കൊണ്ട് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. വല്ലാണ്ട് വലിയ ചുളയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചക്കൂര് വലിപ്പം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇടിയും ചക്ക കിട്ടും. കുറച്ച് ആൾ കഴിഞ്ഞാൽ പറ്റില്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അളീനും പെങ്ങളൊക്കെ കണ്ടില്ലേ നീക്ക്. അപ്പോൾ അളീനുണ്ടല്ലേ, ഇവരൊക്കെ മുന്നേ ഓരോ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരു ദിവസം ഞങ്ങൾ ഇവരെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ വീട് കാണിച്ചാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 6 വീട് കൊടുത്ത് കാണിച്ചു. ഇനി ഞാൻ ഇത്തിരി വീട് കാണിക്കണം, പുത്തൂരാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. ഇവരെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. അത് സ്വല്പം അങ്ങോട്ട് നീട്ടാണ് നമ്മുടെ തൃശ്ശൂരത്തെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മൃഗശാല പണിയുന്നത് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്ന അമ്പലം, അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട് ഇവിടെ. ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പോണ്. പിന്നെ ഒരു കായലുണ്ട് ഇല്ലേ, പുത്തൂർ കായൽ. അവിടേക്ക് ഞങ്ങൾ വരുന്നുണ്ട്.
നല്ല ഗംഭീരമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.